ഇന്നത്തെ വീഡിയോ ദോശമാവ് വെച്ച് കേക്ക് തയ്യാറാക്കുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദോശമാവ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഗ്ലാസ് പച്ചരിയും 1/2 സ്പൂൺ ഉലുവയും 1/2 ഗ്ലാസ് ഉഴുന്നും 4-5 മണിക്കൂർ കുതിർത്തെടുത്തു. പിന്നീട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഇട്ട് അടിച്ചെടുത്തു. പിന്നീട് കൈകൊണ്ട് നന്നായി കുഴച്ച് യോജിപ്പിച്ചെടുത്തു. 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതെല്ലാം ചെയ്യുന്നത് രാത്രിയിലാണ്. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ആ മാവിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ എടുത്തതാണ് ഈ മാവ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിന് അത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര പൊടി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിച്ചതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല സൈഡിലും ഒക്കെ നന്നായി എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൽ ഏലക്കാപ്പൊടിയും കൂടി ഇടുമ്പം നല്ലൊരു ഇതുണ്ടാവും. മാവ് ഞാൻ കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗം വരെ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പൊങ്ങി വരുമല്ലോ. അങ്ങനെ അടുത്ത പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് തട്ടിയതിന് ശേഷം ഞാനിത് ഇഡ്ഡലി ചെമ്പിലാണ് ചുട്ടെടുക്കുന്നത്. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഇത് വെക്കാം. പിന്നീട് ഇത് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് മുന്തിരി നെയ്യിൽ വറുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ഞാൻ പകുതി വെന്ത സമയത്ത് തുറന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ 2 മുന്തിരി ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ട് ഉണ്ട്. ഞാനിത് ഈ പാത്രത്തിലും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൽ എണ്ണ തടവിയതിന് ശേഷം കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേതയും ഞാൻ കുറച്ച് മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ കയ്യിലുള്ള വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയായി. ഇതാ വെന്തപ്പം ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ വേഗം കിട്ടിയിട്ടുണ്ട്. ഇതാ വെന്തിട്ടൊക്കെ ഉണ്ട് സൈഡും എല്ലാ ഭാഗവും. മറ്റേതും അതാ വേഗം കൊണ്ട് പോരുന്നുണ്ട്. നമ്മൾ അടിയിൽ എണ്ണ തടവിയത് കൊണ്ട്. നല്ല സ്വാദുണ്ട് ഇത് കഴിക്കാൻ. ആ പ്ലേറ്റിലുള്ളതും ഇതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതാ സൈഡൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. അതാ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.